നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്, നമ്മുടെ മക്കൾ നാം പറയുന്നത് അനുസരിക്കുന്നില്ലേ? അതിനൊരു പരിഹാരമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭർത്താക്കന്മാര് അവരുടെ സ്വഭാവം നന്നാവാൻ, ഭാര്യമാർ നന്നാവാൻ, നമ്മുടെ കുടുംബത്തിൽ എല്ലാ ഖൈറും ഉണ്ടാകാൻ, നമ്മുടെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടാൻ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായ ഒരു നല്ല ദിക്റുണ്ട്. ചെറിയ ദിക്റാണ്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് പറയാൻ പറ്റിയ ദിക്റാണ്. ആ ദിക്ർ ഏതാണ്, അതിന്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ദിക്റുണ്ട്, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണ്. ഏതാണത്? നമ്മുടെ മക്കൾ പറയുന്നത് കേൾക്കുന്നില്ലേ? നമ്മുടെ കുടുംബത്തിൽ സമാധാനമില്ലേ? സ്വസ്ഥതയില്ലേ? എപ്പോഴും അസ്വസ്ഥതകളാണോ? നമുക്കെപ്പോഴും പ്രശ്നങ്ങളാണോ? നമ്മുടെ ബിസിനസ്സിൽ എപ്പോഴും പ്രശ്നങ്ങളാണോ? നമ്മുടെ എല്ലാ പ്രതിസന്ധികളും മാറാൻ ഉതകുന്ന ഒരു നല്ല ദിക്റുണ്ട്. ആ ദിക്ർ ഏതാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഇവർ നിവേദനം ചെയ്യുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ നിത്യമാക്കിയാൽ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജ, അവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകുമെന്നാണ്. അവന്റെ എല്ലാ ഇടുക്കങ്ങൾക്കും അള്ളാഹു അതിനൊക്കെ പരിഹാരം നൽകും. എന്ത് പ്രശ്നമുണ്ടോ, എന്ത് പ്രയാസമുണ്ടോ, എന്ത് പ്രതിസന്ധി ഉണ്ടോ, അതിനൊക്കെ അവൻക്ക് തരണം ചെയ്യാനുള്ള വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കുമെന്നാണ്. നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരാണുള്ളത്? ടെൻഷനുകൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ മാറാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു നൽകുന്ന മാർഗമാണ് ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക എന്നത്. അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദിക്റിനെ നമ്മൾ പരമാവധി വർദ്ധിപ്പിക്കുക. ഹബീബായ തങ്ങളൊക്കെ എത്രയാണ് ജീവിതത്തിൽ ചൊല്ലിയിരുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ സർവ്വ പാപങ്ങളിൽ നിന്നും എല്ലാ തെറ്റുകളിൽ നിന്നും മുക്തനാണ്, ഒരു തെറ്റും ചെയ്യാത്തവരാണ്. എന്നിട്ട് പോലും ഇസ്തിഗ്ഫാറിനെ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ നാമോ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ചെല്ലുന്നുണ്ടോ? വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, അവന്റെ എല്ലാ ടെൻഷനുകളും മാറിക്കിട്ടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. മാനസികമായ പ്രശ്നങ്ങൾ, ടെൻഷനുകൾ, പ്രയാസങ്ങൾ ഒക്കെ മാറിക്കിട്ടും. പലരും ടെൻഷനാണ്, ഉസ്താദെ ദുആ ചെയ്യണമെന്ന് പറയാറുണ്ട്. പ്രയാസങ്ങളാണ്, ഉസ്താദെ ദുആ ചെയ്യണമെന്ന് പറയാറുണ്ട്. അവരോടൊക്കെ പറയാനുള്ള ഒറ്റ മാർഗം, നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക. സദാസമയം ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദിക്ർ നിങ്ങൾ എപ്പോഴും പറയുന്നവരാവുക. ഇതാണ് അതിനുള്ള വലിയ പരിഹാരം എന്ന് പറയുന്നത്. ഇനി സമ്പത്തില്ല, മുതലില്ല, എപ്പോഴും പട്ടിണിയാണ്, പ്രയാസങ്ങളാണ്, കടമാണ്, ദാരിദ്ര്യമാണെന്ന് പറയുന്നവരുണ്ട്. അവരോടും പറയാനുള്ളതാണ്, ഹബീബായ തങ്ങൾ പറയുന്നു, വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ അവൻക്കുള്ള റിസ്കിനെ, അവൻക്കുള്ള സമ്പാദ്യത്തെ അള്ളാഹു നൽകുമെന്നാണ്. റിസ്ക് നമുക്കറിയാം, നമുക്ക് ആവശ്യമുള്ളത് എന്തോ അതൊക്കെ റിസ്ക്കാണ്. നമ്മൾ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു നമുക്ക് റിസ്കിനെ നൽകുമെന്നാണ്. അതുകൊണ്ട് എപ്പോഴും ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സൂറത്തുൽ ബഖറ 199 ആയത്തിൽ പറയുന്നുണ്ട്, വസ്തഗ്ഫിറുല്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുക, അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനത്തെ ചോദിക്കുക, നിങ്ങൾ എപ്പോഴും അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. അള്ളാഹു പുറത്തു നൽകുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവരുണ്ടാകും, ഒരുപാട് ഹറാമുകൾ ചെയ്തവരുണ്ടാകും. അതിൽ നിന്നൊക്കെയുള്ള പരിഹാരം എന്ന് പറയുന്നത് ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാറിനെ ചൊല്ലുക, പാപമോചനത്തെ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുള്ള ദിക്റൊക്കെ സദാസമയം നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ എല്ലാ തെറ്റുകൾക്കും അത് പരിഹാരമാണ്. നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ അത് ഉതകുമെന്നാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലണം, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. മറ്റൊരു ആയത്തിൽ കാണാൻ കഴിയും, സൂറത്തുൻ നൂഹ് 10-11 ആയത്തുകൾ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ സമുദായത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ,
നിങ്ങൾ അള്ളാഹുവിനെ പൊറുക്കലിനെ ചോദിക്കുക. അള്ളാഹു പൊറത്തു നൽകുന്നവനാണ്, അള്ളാഹു ഗഫാറാണ്, അള്ളാഹു സകല പാപങ്ങളും പൊറുക്കുന്നവനാണ്. നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക എന്ന് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമുദായത്തോട് പറഞ്ഞു കൊടുത്തതായിട്ട് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂഹിലെ 10-11 ആയത്തുകൾ രേഖപ്പെടുത്തി വെക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, അള്ളാഹു നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് എന്താകും, മഴയെ വർഷിപ്പിച്ചു നൽകും. അപ്പൊ നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനത്തെ ചോദിക്കണമെന്നാണ്. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു നൽകട്ടെ. അടുത്ത സൂറത്തുൽ ഹൂദിൽ 52-ാമത്തെ ആയത്തിൽ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും, ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സകല ഇസ്തിഗ്ഫാർ ഇങ്ങനെ വർദ്ധിപ്പിച്ചിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ തെറ്റുകൾ പുറത്തു നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു നൽകും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് മാപ്പാക്കി നൽകട്ടെ. ഒരു ചരിത്രമുണ്ട്, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു യാത്ര കഴിഞ്ഞ് രാത്രി സമയമായി ഒരു പള്ളിയിൽ മഹാനവർകൾ നിസ്കരിക്കാൻ വേണ്ടി കയറിയിരുന്നു. ഇനി യാത്ര ചെയ്യാൻ കഴിയില്ല, രാത്രി സമയമായല്ലോ. ആ പള്ളിയിലൊന്ന് കിടക്കാൻ വേണ്ടി അവിടുത്തെ പള്ളിയെ സൂക്ഷിക്കുന്ന ആളോട് ചോദിക്കുകയാണ്, അനുവാദം ചോദിക്കുകയാണ്. ഞാൻ അഹ്മദ് ബിൻ ഹംബലാണ് എന്ന് പറയുകയാണ്, എനിക്കിവിടെ കിടന്നുറങ്ങാനുള്ള, ഇന്ന് രാത്രി ഇവിടെ താമസിക്കാനുള്ള സൗകര്യം നിങ്ങൾ ചെയ്തു നൽകണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ സമ്മതിച്ചില്ല. ആ പള്ളിയുടെ പരിപാലിക്കുന്ന ആൾ സമ്മതിച്ചില്ല, അദ്ദേഹത്തെ പുറത്താക്കുകയാണ്. അദ്ദേഹം ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു റൊട്ടി കച്ചവടക്കാരൻ അതുവഴി വരികയാണ്. എന്നിട്ട് മഹാനവറുകളെ കൂട്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ഇത് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആണെന്ന് ആ മനുഷ്യൻ അറിയില്ല, ആ റൊട്ടി കച്ചവടക്കാരൻ അറിയുകയില്ല. ഇത് വലിയ പണ്ഡിതനാണ്, ലോക പ്രശസ്ത പണ്ഡിതനാണെന്നും അറിയില്ല. പക്ഷെ ഒരു വഴിയാത്രക്കാരനാണല്ലോ, അദ്ദേഹത്തിന് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് ഈ റൊട്ടി കച്ചവടക്കാരൻ. അങ്ങനെ അദ്ദേഹം ഒരു റൂമിലേക്ക് പോയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നത് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കാണുകയാണ്, അറിയുകയാണ്. അങ്ങനെ പിറ്റേന്ന് മഹാനവറുകൾ ചോദിക്കാൻ, എന്താണ് നിങ്ങൾ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചെല്ലാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ ആ റൊട്ടി കച്ചവടക്കാരൻ പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ലോകപ്രശസ്ത പണ്ഡിതനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കാണണമെന്നത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അപ്പോ അത് സാധിക്കാൻ വേണ്ടി ആണ് ഞാൻ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതെന്ന് പറയുന്നത്. അപ്പോ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാനാണ് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ആള്, ഇനി നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ നിർത്താനുള്ള സമയമായിട്ടുണ്ട്, ഞാനാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളെന്ന് പറയുകയാണ്. അപ്പൊ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പോലും അത് പരിഹാരമാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ അത് കാരണമാകുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും ഇസ്തിഗ്ഫാർ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എപ്പോഴും അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. നമ്മിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചവരാണ് നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ സദാസമയം ഉണ്ടാകൽ അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ എപ്പോഴും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ എന്നും ചൊല്ലാറുള്ളത് പോലെ ഇന്ന് നമ്മൾ ആ ദിക്ർ ചൊല്ലി, എന്നും ചൊല്ലുന്ന ദിക്ർ ചൊല്ലി ദുആ ചെയ്ത് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. إن شاء الله ദുആ ചെയ്യാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹു റഹ്മാനെ, ഞങ്ങളെ പാപികളാണ്, ദോഷികളാണ്. അള്ളാഹ് ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളെന്ന് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സഗീറത്തുകളായും കബീറത്തുകളായും ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. അള്ളാഹ് നീ പൊറുക്കണേ റഹ്മാനെ. അള്ളാഹു റഹ്മാനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരവരുടെ ഖബറിടം നീ വിശാലമാക്കണേ അള്ളാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ മരണം നീ നന്നാക്കണേ അള്ളാഹ്. മരണസമയത്ത് ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്
എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ റഹ്മാനേ, ഞങ്ങളുടെ ബിസിനസ്സിൽ, കച്ചവടങ്ങളിൽ, വരുമാന മാർഗങ്ങളിലൊക്കെ നീ ഉയർച്ചയും അഭിവൃദ്ധിയും നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഇസ്തിഗ്ഫാർ കൊണ്ട് രക്ഷപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. അല്ലാഹുവേ, നിങ്ങളിൽ പലരും പലവിധ അസുഖങ്ങളാൽ പ്രയാസപ്പെടുന്നവരുണ്ട്, നീ ശിഫ നൽകണേ അല്ലാ. നീ ആജിലായ കാമിലായ പരിപൂർണമായ ശിഫ നീ നൽകണേ അല്ലാ. അല്ലാഹുവേ റഹ്മാനേ, ഞങ്ങൾ പറഞ്ഞതും പറയാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം നിനക്കറിയാമല്ല അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قوم الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. ഇൻഷാഅല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണമെന്ന് നോക്കിയപ്പോൾ ഞാൻ ദുആക്കൾക്ക് വിരാമം കുറിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.